എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചെറുപയർ പരിപ്പ് പ്രഥമൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ്. ഓണത്തിനൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 മുതൽ 7 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന കണക്കിനാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ ഒരു പരിപ്പിന് പല പേരാണ് പറയുക. എൻ്റെ നാട്ടിലൊക്കെ ചെറുവറ്റും പരിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ചെറിയ സാധാരണ ചെറുപയറിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു പരിപ്പ് തന്നെയാണിത്. ഇതിന് പകരം വലിയ കടലപ്പരിപ്പ് എടുത്താലും ഇതുപോലെ തന്നെ പായസം നമുക്ക് തയ്യാറാക്കാം. പരിപ്പ് ആദ്യം ഒന്ന് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലേക്ക് നല്ലതുപോലെ കഴുകി വെള്ളം ഒട്ടുമില്ലാത്ത വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തോടു കൂടെ ഈ ഒരു നെയ്യിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കരുത്. വെള്ളം നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒഴിക്കാതെ തന്നെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് മാത്രം ഇത് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് വറുത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പരിപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ നോർമൽ വാട്ടറാണ്. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. 4 മുതൽ 6 വിസിൽ വരെ കൊണ്ട് പരിപ്പ് നന്നായി വെന്ത് കിട്ടും. ഇതുപോലെ വേവിച്ചെടുത്ത പരിപ്പ് ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പരിപ്പെല്ലാം നല്ലപോലെ വെന്ത് ആ ഒരു ബാക്കിയുള്ള വെള്ളവും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 കപ്പ് ശർക്കര പാനിയാണ് ചേർക്കുന്നത്. 300 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. എപ്പോഴും ശർക്കരപ്പാനി എടുക്കുമ്പോൾ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ പായസത്തിനും നല്ല കളർ ഉണ്ടാവും. വെള്ള ശർക്കരയും കറുത്ത ശർക്കരയും വാങ്ങാൻ കിട്ടും. അതിൽ തന്നെ നല്ല ക്വാളിറ്റി ശർക്കര ഉപയോഗിക്കുക. ശർക്കര ഉരുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മുന്നേ ഉള്ള ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് പരിപ്പും ആ ഒരു ശർക്കരപ്പാനിയും നല്ലതുപോലെ മിക്സായി ഒന്ന് കുറുകി വരാൻ തുടങ്ങും. ഒരുപാട് കുറുക്കിയെടുക്കരുത്. ജസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കീപ്പ് ചെയ്യുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ അല്ലെങ്കിൽ 1 പിഞ്ച് ചുക്ക് പൊടി അല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്ന ഒന്നും ഒരുപാട് കൂടി പോകരുത്. ഇത് പരിപ്പ് പ്രഥമനായതുകൊണ്ട് തന്നെ ആ ഒരു പരിപ്പിൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത്. പരിപ്പ്, ശർക്കര, അതുപോലെ തേങ്ങാപ്പാൽ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കണം. ഇതുപോലുള്ള ഫ്ലേവറിങ് ഏജൻസ് അല്ല മുന്തി നിൽക്കേണ്ടത്. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കട്ടിയുള്ള 1-ാം പാല് മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾ കട്ടി കുറഞ്ഞ 2-ാം പാലും 3-ാം പാലും ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് കുറുക്കിയെടുക്കുക. അതിനുശേഷം അവസാനം മാത്രം ഇതുപോലെ ഒരു 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാല് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ടിയുള്ള 1-ാം പാല് ചേർത്തതിന് ശേഷം പായസം ഒരുപാടിട്ട് തിളപ്പിക്കരുത്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നല്ലൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി താളിച്ചൊഴിച്ചതിന് ശേഷം മിക്സാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് തേങ്ങ കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ച തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പച്ച തേങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഉണക്കത്തേങ്ങ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ എടുക്കാം. ട്രഡീഷണലായിട്ട് ഇതുപോലെ പ്രഥമനൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഉണങ്ങിയ തേങ്ങയാണ് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തേങ്ങയാണോ അത് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. പ്രഥമൻ ഇരിക്കുന്തോറും കുറുകുന്ന ഒരു പായസമാണ്. ചെറുപയർ പരിപ്പായാലും കടലപ്പരിപ്പായാലും രണ്ടിനും ഇരിക്കുന്തോറും കുറച്ച് കുറുകലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയില്ലാതെ പായസം എടുക്കരുത്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് കട്ടിയായിട്ട് വരും. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഉപ്പ് ചേർക്കുന്നവരും ഉപ്പ് ചേർക്കാത്തവരും ഉണ്ട്. ഞാൻ പൊതുവെ പായസത്തിന് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പായസം തയ്യാറാക്കിയതിന് ശേഷം ചൂടോടെയാണ് സെർവ് ചെയ്യേണ്ടത്. ഈ ഒരു പായസം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് സെർവ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഈ ഒരു പായസം ഞാൻ 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകില്ല, എന്നാലും കുറച്ചൊന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.